ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് ആരംഭിക്കാം. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിടുതലായി, ഒരു ചലനമായി, ഒരു അഭിഷേകമായി, മാനസാന്തരമായി, സൗഖ്യമായി, സമാധാനമായി എല്ലാം നിറയും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം മറ്റ് സാധാരണ പോലെയുള്ള ഒരു കാര്യങ്ങളല്ല പ്രസംഗിക്കുന്നത്. ഇത് നിങ്ങൾ മിനിമം ഒരു 19 പേരിലേക്ക് ഇത് കൊടുക്കണം. ഈ വചനം 1 രൂപ നമുക്ക് ചെലവില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വചനം കേൾക്കുവാൻ, പറയാൻ പറ്റും. അയച്ചു കൊടുക്കണം. ഇത് ശ്രദ്ധിക്കണം. ഇതൊരു ചലനമുണ്ടാക്കുന്ന വിഷയമാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വിഷയമാണ്. ഈ സങ്കീർത്തനം 29-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്ന നല്ലൊരു മിനിറ്റുകളും മണിക്കൂറുമാക്കി ഇത് മാറ്റട്ടെ. ധാരാളം ആളുകൾക്ക് ഈ വചനങ്ങൾ അത്ഭുതകരമായ വിധത്തിലും രീതിയിലും പ്രയോജനപ്പെടുന്നുണ്ട്. അനേകം കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരുപാട് തകർച്ചയിൽ നിന്ന് ദൈവം കൈ കൊടുത്ത്, കൈ പിടിച്ച്, വലിയ ചേറ്റിൽ നിന്ന്, ചെളിയിൽ നിന്ന്, ജീവിത തകർച്ചയിൽ നിന്ന് വചനത്തിലൂടെ കൈ പിടിച്ചുയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരെയും ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഇപ്പോൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്താണോ, ഏത് കാര്യത്തിലാണോ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഏത് കാര്യത്തിന്മേലാണോ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, അത്ഭുത ഇടപെടലുകൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാസർ മരിച്ചു. ലാസർ രോഗിയാണെന്ന് യേശുവിനെ അറിയിച്ച സമയമുണ്ട്. യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ സ്നേഹിതൻ രോഗമായി വളരെ സീരിയസ് ആയി വീട്ടിലുണ്ട്, വളരെ അത്യാസന്ന നിലയിലാണ് എന്ന് പറഞ്ഞപ്പോഴും യേശു അതിനെ പ്രതികരിച്ചില്ല. യേശു വന്നില്ല. ലാസർ മരിച്ചു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ലാസറിൻ്റെ ആ ഒരു ഭവനത്തിലേക്ക് യേശു വരുന്നത്, ഒരു തരത്തിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ആവശ്യ നേരത്ത് യേശു വരാഞ്ഞത് എന്ന്, വന്നില്ലല്ലോ എന്ന് ലാസർ ഒരുപക്ഷെ മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചു കാണും. അറിയിച്ചിട്ടും വന്നില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ, ദൈവം ഇടപെട്ടില്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയേക്കാം എന്നൊക്കെ ആയിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത്. എന്നാൽ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം അറിയാൻ പറ്റും. ലാസറിനെ യേശു മറന്നതുകൊണ്ടല്ല വരാതിരുന്നത്, മറന്നതുകൊണ്ടല്ല. ലാസറിനെ കുറിച്ച് ഒരു വലിയ ദൈവ പദ്ധതി ആ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടിയില്ലേലും നിന്നെ മറന്നതുകൊണ്ടല്ല, നിന്നെ ഓർക്കാത്തത് കൊണ്ടുമല്ല, ഉപേക്ഷിച്ചത് കൊണ്ടുമല്ല. നിന്നെക്കുറിച്ച് വലിയൊരു ദൈവ പദ്ധതി ആ മനസ്സിലുള്ളത് കൊണ്ടാണ്. ആ മേഖലകളിൽ ഒരു വിടുതൽ സംഭവിച്ചിരിക്കും. എല്ലാവർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നയിക്കണമേ. ഈ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവുണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവെ ഇറങ്ങി വരണമേ, ഈ കുടുംബങ്ങളിൽ വരണമേ, ഈ മാതാപിതാക്കളിൽ വരണമേ, ഈ കുഞ്ഞുങ്ങളിൽ വരണമേ, ഈ സഹോദരി സഹോദരന്മാരിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ വീടുകളിലും ഈ വാഹനത്തിലും ഈ നിയോഗങ്ങളിലുമെല്ലാം നിറയുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയിൽ നിറയണമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിനായി, സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ ആത്മാഭിഷേകത്തിനായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയോടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവെന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, പ്രാർത്ഥനയിലൂടെ അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുടുംബം അനുഗ്രഹമുള്ള ഒരു കുടുംബമായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവർ ദൈവത്തെ അറിഞ്ഞു വളരണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ, യാഥാർത്ഥ്യമാക്കി തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയണം. നമുക്കിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അവരോടും കേൾക്കാൻ പറയണം. കാരണം ഈ വചനം ഏറെ ദിവസത്തെ ഒരുക്കത്തിനും വായനയ്ക്കും ധ്യാനത്തിനും ശേഷം ഒരുങ്ങി ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു അമൂല്യ സമ്പത്താണ്. ഇത് നിങ്ങളല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ വചനം, ഇതിലൂടെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, ഇത് എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം നിങ്ങൾക്ക് കേവലം ഒരു കേൾവിയിലൂടെ കിട്ടുന്നൊരു സന്തോഷം മാത്രമല്ല, അല്ല കണ്ണിലൂടെ കിട്ടുന്നൊരു സന്തോഷം മാത്രം അല്ല, ഇത് ജീവിതത്തെ നിറയ്ക്കുന്നൊരു സന്തോഷമായി, സമാധാനമായി ഇത് മാറും. പരിശുദ്ധാത്മാവ് ഇതൊരു ശുശ്രൂഷ കേവലം കാണാനുള്ളതും കേവലം കേൾക്കാനുള്ളതും മാത്രമല്ല, ഇത് ആത്മാവിൽ നിറയുന്ന സമയമാണ്. ആത്മാവിൽ നിറഞ്ഞ ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ശക്തി ഇല്ലാത്തവർക്കാണ് ഈ ശക്തിയുടെ വില അറിയുന്നത്. ഇതൊരുങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തയാണ്, ഈ വചനമൊക്കെ നേരത്തെ അറിയാമെങ്കിലും, നേരത്തെ കേട്ടിരുന്നുവെങ്കിലും ഇതിനൊക്കെ ഇത്രയും വലിയ അർത്ഥവും ആഴവും ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്ന് വായിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഇത് എഴുതിയപ്പോഴും ഇത് ചിന്തിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ദൈവികമായ ചിന്തയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും പറയുവാൻ ഇടവന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നൊരു വാക്യമാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം: അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്കു ശേഷം
നീ അത് കണ്ടെത്തും. എന്തേലും മനസ്സിലായോ? അപ്പം വെള്ളത്തിലേക്ക് നീ എറിയുക, പല നാളുകൾക്ക് ശേഷം നീ കണ്ടെത്തും. വെള്ളത്തിലേക്ക് ഒരു അപ്പം എറിഞ്ഞാൽ ആ വെള്ളം ആ അപ്പത്തിൽ നിറഞ്ഞ് കുതിർന്ന് അത് പല കഷ്ണങ്ങളായി, പല പൊടിയായി ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ചിലപ്പോൾ തോന്നും ഇത് നമ്മൾ ചില അപ്പം എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരത്തില്ല, അത് പോയി, അത് അലിഞ്ഞു പോയി, അത് മീൻ തിന്നുപോയി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നീ അത് കണ്ടെത്തുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ അപ്പം എറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് പ്രാർത്ഥനയാണ്. വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം എറിയുക, അത് നഷ്ടമാകില്ല. പ്രാർത്ഥന ആത്മാവിൽ നടത്തുക, കൊടുക്കുക, അത് നീ കണ്ടെത്തും. നീ പ്രാർത്ഥിച്ച വിഷയം, അതിനുത്തരം നീ ഒരു ദിവസം കഴിഞ്ഞിട്ട്, പല നാളുകൾക്ക് ശേഷം കഴിഞ്ഞാണേലും, പല വർഷം കഴിഞ്ഞു എന്നല്ല, പല നാളുകൾക്ക് ശേഷം, കുറച്ച് നാളുകൾക്ക് ശേഷമാണേലും അത് നീ കണ്ടെത്താൻ ഇടവരും. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:3, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ഈ ജലം കോരിയെടുക്കും. ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം രക്ഷയുടെ കിണറാണ്. രക്ഷയുടെ കിണറാണ്, അത്ഭുതത്തിന്റെ കിണറാണ്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ നീ ജലം കോരിയെടുക്കും.